മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേട്ടമടക്കമുള്ള കാര്യങ്ങളും നമ്മളോട് സംസാരിക്കാനായിട്ട് AICCയുടെ മഹാരാഷ്ട്രയുടെ ചുമതലക്കാരനായ രമേശ് ചെന്നിത്തല നമ്മളോടൊപ്പമുണ്ട്. മഹാരാഷ്ട്രയുടെ പരാജയം, കേരളത്തിലെ വിജയം രണ്ടും എങ്ങനെ? വളരെ അവിശ്വസനീയമായ ഒരു വിജയമാണ് ഇവിടെ മഹായുതിക്ക് ഉണ്ടായിരിക്കുന്നത്. എല്ലാ എക്സിറ്റ് പോളുകളും ഒരു വലിയ പോരാട്ടം നടക്കുന്നു. ഒരല്പം മുന്നോട്ട് അവർക്കൊരു മുന്നേറ്റമുണ്ട്, ചിലർ ഞങ്ങൾക്കൊരു മുന്നേറ്റമുണ്ടെന്ന് പറഞ്ഞു കഴിച്ചാൽ ഇത്രയും വലിയൊരു പരാജയം ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതല്ല. ഇത് അൺഎക്സ്പെക്റ്റഡ് ആണ്, അവിശ്വസനീയമാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കലും മഹാരാഷ്ട്രയിൽ ഇതുപോലൊരു വിജയം ഉണ്ടാകും എന്ന് BJPക്കാർ പോലും കരുതുന്നതല്ല. പ്രധാനമന്ത്രിയുടെ റാലിയിൽ ആളുകളില്ലായിരുന്നു, അമിത്ഷായുടെ റാലികളിൽ ആളുകളില്ലായിരുന്നു. കർഷകരുടെ രോഷവും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഒക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും ഇത്ര വലിയ വിജയമുണ്ടായതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വിജയമാണ്. ഇത് മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ വികാരത്തിനോടൊപ്പം നിൽക്കുന്നൊരു വിജയമല്ല, അത് പ്രതിഫലിക്കുന്നൊരു വിജയമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. കേരളത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി മികച്ച ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പാലക്കാടും മികച്ച ഫലം കോൺഗ്രസിനുണ്ടായിരിക്കുന്നു. ഇതിനെ അങ്ങനെ പാലക്കാട്ടെ വിജയം തീർച്ചയായും ജനാധിപത്യ മതേതര ശക്തികളെ കൂടുതൽ ബലപ്പെടുത്തുന്നതാണ്. അവിടെ BJP ജയിച്ചിരുന്നെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ. അതില്ല. BJPക്ക് കേരളത്തിൽ വേരുറപ്പിക്കാൻ കഴിയില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. രാഹുൽ മാക്കൂട്ടത്തെ ഞാൻ മുക്തകണ്ഠ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന് വൻപിച്ച വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. ആ വിജയം കേരളത്തിലെ കോൺഗ്രസിന് കരുത്ത് പകരും, UDFന് കരുത്ത് പകരുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടായിരിക്കുന്ന വിജയം, പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞപ്പോൾ ആളുകൾ ധരിച്ചു പോളിംഗ് ശതമാനം കുറയുമെന്ന്. പക്ഷേ വൻപിച്ച വിജയമുണ്ടായിരിക്കുന്നു. അത് ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും പ്രത്യേകിച്ച് കോൺഗ്രസിനെയും വളരെയേറെ സഹായിക്കുന്നൊരു വിജയമാണ്. പ്രിയങ്ക ഗാന്ധിയെ ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? അങ്ങനെ പറയാൻ കഴിയില്ല. ചേലക്കര എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലമായി അവരോടൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ 38,000 ജയിച്ചെടുത്തു നിന്ന് 12,000 കുറച്ചുകൊണ്ട് വന്നു എന്നുള്ളത് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയല്ലേ? അവിടെ ചേലക്കര ജയിക്കുമെന്ന് ഞങ്ങൾക്കും വലിയ വിശ്വാസമില്ലായിരുന്നു. എന്നാലും രമ്യ ഹരിദാസ് എന്ന നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു പോരാട്ടം നടത്താനാണ് തീരുമാനിച്ചത്. പക്ഷെ അത് വിജയം കണ്ടില്ല. പക്ഷെ രമ്യ നല്ല നിലയിൽ പോരാട്ടം നടത്തിയെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. സന്ദീപ് വാര്യരെ പോലെയുള്ള ഘടകങ്ങൾ എത്രത്തോളം കേരളത്തിലെ 2 മണ്ഡലങ്ങളിലെ വിജയം രാഷ്ട്രീയമായി കോൺഗ്രസിന് വലിയ നേട്ടമാണ് എന്ന വാദമാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ പാലക്കാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ സന്ദീപ് വാര്യർ അടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങളിലെ പ്രതികരണത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞുമാറുകയും സൗകര്യപൂർവ്വം ചെയ്യുന്നു. ക്യാമറമാൻ നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം R. രാധാകൃഷ്ണൻ, ഇൻ റിപ്പോർട്ടർ, മുംബൈ.